ഈ വർഷം പലതരത്തിലുള്ള പരീക്ഷകളുണ്ട്. സ്കൂളിലെ പരീക്ഷ, +1 +2 പരീക്ഷ, ഡിഗ്രി സ്റ്റുഡൻസ് അവരുടെ ഗൗരവമേറിയ എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നു. അതുകൂടാതെ IELTS, അങ്ങനെ അനേക തലങ്ങളിൽ വിവിധ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾക്കും പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. മനസ്സ് തളരരുത്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ആകുലത, അസ്വസ്ഥത, ടെൻഷൻ, സ്ട്രെസ്സ്, ഡിപ്രഷൻ ഇതിന് നമ്മൾ ഇടം കൊടുക്കരുത്. എന്താ കാരണം? നമ്മുടെ കഴിവോ നമ്മുടെ പഠിപ്പോ അതൊന്നുമല്ല. എൻ്റെ ഒറ്റ കാരണം കർത്താവ് പറഞ്ഞാണ്, ഞാനുണ്ട്, ഞാൻ നിനക്ക് സഹായത്തിനുണ്ട്. നിൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കട്ടെ, അസ്വസ്ഥമാകണ്ട. എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്വസ്ഥതയ്ക്ക് അല്ലെങ്കിൽ കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചാൽ ദൈവം സമാധാനം തരുന്നത് പോലെ തന്നെയാണ് കർത്താവിൽ നിന്ന് ഹൃദയം മാറ്റിയാൽ അസ്വസ്ഥത വന്ന് മൂടും. പരിഭ്രമിക്കരുത്, പരിഭ്രമിക്കാതെ ഇരിക്കുക. അതായത് എന്ത് പന്ത് വന്നാലും എന്ത് ചെയ്യണം? പരിഭ്രമം വന്നു, ഭയം വന്നു, ടെൻഷൻ വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവത്തിൻ്റെ ആശ്രയം കുറയും, അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അന്തരീക്ഷം കുറയും. അതുകൊണ്ട് ദൈവവചനം ആവശ്യപ്പെടുകയാണ്, പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. അതുകൊണ്ട് ഒരു പ്രതിസന്ധി വന്നു, വലിയൊരു പരീക്ഷ വന്നു, പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങി എഴുതിയതെല്ലാം തെറ്റിപ്പോയി. ടെൻഷൻ പിടിക്കരുത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, ബാക്കി കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ഭയപ്പെടാതിരിക്കുക, അസ്വസ്ഥമാകാതിരിക്കുക. ഇതാണ് പരീക്ഷയോടനുബന്ധിച്ച് ദൈവവചനത്തിൽ നിന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്, അതെന്ത് ചെയ്യണം? അലസത കൂടാതെ അങ്ങോട്ട് സർവ്വശക്തിയോടുകൂടെ അതങ്ങോട്ട് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് കഴിവ് തന്നതിൻ്റെ ഒരു 5-10% പോലും മനുഷ്യർ ഉപയോഗിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരാവശ്യം ഉണ്ട്, ഒരാവശ്യമാണ് എന്ന് വിചാരിച്ച് സർവ്വശക്തിയോടുകൂടെ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള ഭാഗങ്ങൾ പഠിക്കാൻ, പുസ്തകങ്ങൾ എഴുതുക. എന്താണോ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ചെയ്യുക.